കളി തോറ്റു എന്ന് പറഞ്ഞ് ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോയാൽ ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ചരിത്ര നിമിഷമായിരിക്കും നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത്. അതെ, ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന മത്സരത്തിൽ ഇന്ത്യ 4 വിക്കറ്റുകൾക്ക് പരാജയപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ ഈ തോൽവിക്ക് പിന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി മാറ്റിയെഴുതാൻ പോന്ന ചില വമ്പൻ പോസിറ്റീവുകൾ ഒളിച്ചിരിപ്പുണ്ട്. പരിക്കുകൾ കാരണം ടീമിലെ പകുതിയോളം മുൻനിര താരങ്ങളില്ലാതെ ഒരു താത്കാലിക ഇലവനുമായി ഇംഗ്ലീഷ് മണ്ണിൽ ഇറങ്ങേണ്ടി വന്ന ടീം ഇന്ത്യ. അവിടെയാണ് നമ്മുടെ യുവനിര അവസാന ശ്വാസം വരെ പോരാടി ഇംഗ്ലണ്ടിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയത്. വെറും 233 റൺസ് മാത്രം പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടും ലോകോത്തര ബാറ്റിംഗ് നിരയുള്ള ഇംഗ്ലണ്ടിനെ 44 ഓവർ വരെ വിറപ്പിച്ചു നിർത്തിയ ആ മാന്ത്രികൻ ആരാണ്? പരാജയത്തിലും ഇന്ത്യൻ ആരാധകർക്ക് അഭിമാനിക്കാൻ വക നൽകിയ ആ 2 ഹീറോകൾ ആരൊക്കെയാണ്? ഇന്ത്യ തോറ്റിട്ടും വിജയിച്ചു എന്ന ആരാധകർ പറയാൻ കാരണം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്ന ഇന്ത്യക്ക് തുടക്കം തന്നെ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഒരറ്റത്ത് രോഹിത് ശർമ്മ പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 47 പന്തുകൾ നേരിട്ട് വെറും 26 റൺസ് മാത്രം എടുത്ത് രോഹിത് മടങ്ങി. മറുവശത്ത് ശുഭ്മാൻ ഗിൽ 30 പന്തിൽ 31 റൺസ് എടുത്ത് മികച്ച തുടക്കം നൽകാൻ ശ്രമിച്ചെങ്കിലും അതും അധിക നേരം നീണ്ടുനിന്നില്ല. സ്കോർ ബോർഡിൽ വലിയ റൺസ് കയറുന്നതിന് മുൻപ് തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ ഇന്ത്യ ഒരിക്കൽ കൂടി വലിയൊരു തകർച്ചയെ അഭിമുഖീകരിക്കുകയായിരുന്നു. എന്നാൽ അവിടെയാണ് അനുഭവ സമ്പത്തും യുവത്വത്തിന്റെ കരുത്തും കൈകോർത്തത്. കിങ് വിരാട് കോഹ്ലിയും വിമർശനങ്ങളുടെ വലിയൊരു മുൾമുനയിൽ നിൽക്കുന്ന ശ്രേയസ് അയ്യരും ഒന്നിച്ചു. പതുക്കെ അവർ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അടിത്തറ പടുത്തുയർത്താൻ തുടങ്ങി. ശ്രേയസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു. തനിക്കെതിരെ ഉയർന്ന വലിയ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രേയസിന് ഒരേയൊരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് റൺസ് കണ്ടെത്തുക എന്നതു മാത്രമായിരുന്നു. തനിക്ക് ലഭിച്ച അവസരം അദ്ദേഹം ഏറ്റവും മനോഹരമായി തന്നെ വിനിയോഗിച്ചു. 71 പന്തിൽ നിന്നും 5 ഫോറുകളുടെയും 2 തകർപ്പൻ സിക്സറുകളുടെയും അകമ്പടിയോടെ 66 റൺസ് നേടിയാണ് ശ്രേയസ് ഇന്ത്യൻ മധ്യനിരയുടെ രക്ഷകനായത്. ഒപ്പം 65 റൺസുമായി ക്ലാസ് പ്രകടനം പുറത്തെടുത്ത വിരാട് കോഹ്ലി കൂടി ചേർന്നതോടെയാണ് ഇന്ത്യ മാന്യമായൊരു സ്കോറിലേക്ക് എത്തിയത്. ഇരുവരും ചേർന്നുള്ള ആ സെഞ്ചുറി കൂട്ടുകെട്ടാണ് മത്സരത്തിൽ ഇന്ത്യക്ക് പൊരുതാനുള്ള ഒരു സ്കോർ സമ്മാനിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധിയെക്കുറിച്ചാണ്. ഇംഗ്ലണ്ടിന്റെ വമ്പൻ ബാറ്റിംഗ് നിരയെ പ്രതിരോധിക്കാൻ നമ്മുടെ ബൗളർമാർ പന്തേന്തിയപ്പോൾ എല്ലാവരുടെയും കണ്ണ് ഒരു യുവതാരത്തിലായിരുന്നു. അത് മറ്റാരുമല്ല, ഗുർനൂർ ബ്രാർ എന്ന വലം കയ്യൻ പേസറാണ്. വിദേശ മണ്ണിൽ, അതും ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ വെച്ച് അരങ്ങേറുക എന്നത് ഏതൊരു യുവ ബൗളർക്കും കനത്ത സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യമാണ്. ജസ്പ്രീത് ബുംറ എന്ന ലോകോത്തര ബൗളർ ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും മറ്റേ അറ്റത്ത് കൃത്യമായ പിന്തുണ നൽകാൻ നമുക്ക് ആളില്ലായിരുന്നു. എന്നാൽ അവിടെയാണ് ഗുർനൂർ ബ്രാർ തന്റെ അസാധ്യ പോരാട്ട വീര്യം പുറത്തെടുത്തത്. തന്റെ 10 ഓവറുകൾ പൂർത്തിയാക്കിയ ഗുർനൂർ 67 റൺസ് വഴങ്ങി 2 നിർണായക വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഇത് വെറും വിക്കറ്റുകളായിരുന്നില്ല. ഇംഗ്ലണ്ടിന്റെ ഏറ്റവും അപകടകാരികളായ ബാറ്റ്സ്മാൻമാരായ ബിൽ ജാക്സനെയും ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിനെയുമാണ് ഗുർനൂർ പവലിയനിലേക്ക് മടക്കിയത്. റൺസ് വിട്ടുകൊടുക്കാൻ മടിക്കാതെ കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ ഈ യുവതാരം ഇന്ത്യയുടെ ബൗളിംഗ് ഭാവി ഭദ്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ബുംറയ്ക്കൊപ്പം സമ്മർദ്ദഘട്ടങ്ങളിൽ പന്തെറിയാൻ കേൾപ്പുള്ള ഒരു മികച്ച ബൗളറെയാണ് ഈ മത്സരത്തിലൂടെ ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്നത്. 234 റൺസ് എന്ന ചെറിയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ടിനെ തുടക്കത്തിൽ തന്നെ വട്ടം കറക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ലോകോത്തര ഓപ്പണർ ബെൻ ഡക്കറ്റിനെ റണ്ണൊന്നും എടുക്കും മുൻപേ ജസ്പ്രീത് ബുംറ പുറത്താക്കി. തൊട്ടുപിന്നാലെ 4 റൺസ് എടുത്ത ജേക്കബ് ബദേലിനെ പ്രസീദ് കൃഷ്ണയും മടക്കിയതോടെ ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിൽ 4 റൺസിന് 2 വിക്കറ്റ് എന്ന കടുത്ത തകർച്ചയിലായിരുന്നു. എന്നാൽ അവിടെയാണ് ജോ റൂട്ട് എന്ന വിശ്വസ്തനായ ബാറ്റർ ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി അവതരിച്ചത്. വിക്കറ്റുകൾ വീഴുമ്പോഴും ഒരറ്റത്ത് വൻമതിൽ പോലെ ഉറച്ചു നിൽക്കാൻ റൂട്ടിന് സാധിച്ചു. ഇന്ത്യൻ സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ പ്രതിരോധിച്ച അദ്ദേഹം സിംഗിളുകളിലൂടെയും ഡബിളുകളിലൂടെയും സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. 133 പന്തുകൾ നേരിട്ട റൂട്ട് 9 ഫോറുകളുടെ അകമ്പടിയോടെ 99 റൺസുമായി പുറത്താകാതെ നിന്നു. വെറും 1 റൺസ് അകലെ സെഞ്ചുറി നഷ്ടമായെങ്കിലും തന്റെ ടീമിനെ സുരക്ഷിതമായി വിജയതീരത്തെത്തിക്കാൻ ആ ക്ലാസിക് ഇന്നിംഗ്സിന് സാധിച്ചു. സാം കറനും ഗസ് അറ്റ്കിൻസണും നൽകിയ പിന്തുണയും റൂട്ടിന്റെ ഇന്നിംഗ്സിന് കരുത്തേകി. യഥാർത്ഥത്തിൽ ജോ റൂട്ട് എന്ന വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നലത്തെ മത്സരത്തിന്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു. അത്രത്തോളം മികച്ചതും തന്ത്രപരവുമായിരുന്നു റൂട്ടിന്റെ ബാറ്റിംഗ്.
സുഹൃത്തുക്കളെ, റൺസിന്റെ കണക്കിൽ ഈ മത്സരം ഇന്ത്യ തോറ്റു എന്നത് ശരിയാണ്. പരിക്കുകളുടെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇംഗ്ലീഷ് മണ്ണിൽ ഈ യുവനിര കാണിച്ച ആത്മവിശ്വാസം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യക്ക് വലിയ കരുത്താകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രേയസ് അയ്യരുടെ ഈ തിരിച്ചുവരവിനെയും മികച്ച പ്രകടനം നടത്തിയ യുവതാരം ഗുർനൂർ ബ്രാറിനെയും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? സഞ്ജു സാംസനെ പോലെയുള്ള താരങ്ങളുടെ അഭാവം ഇന്ത്യൻ മധ്യനിരയെ ബാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ ക്രിക്കറ്റ് വിശകലനങ്ങളും വാർത്തകളും വേഗത്തിൽ അറിയാൻ നമ്മുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.